നമസ്കാരം, ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കാസർഗോഡിന്റെ വിപണന മാർക്കറ്റിൽ ഏകദേശം 10 വർഷമായി കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അഡ്ഹോക്ക് ഹോം സ്റ്റൈലിനെയാണ്. ഒരിക്കൽ കൂടി ഏവർക്കും ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മനസ്സിന് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ വീടിനെയോ ഓഫീസ് കെട്ടിടങ്ങളെയോ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഡെക്കർ, ലൈറ്റിംഗ്, വാൽപേപ്പർ, കർട്ടൻ, കാർപ്പറ്റ് എന്നീ സംവിധാനങ്ങൾ പുതുമ നഷ്ടപ്പെടാതെ അഡ്ഹോക്ക് ഹോം സ്റ്റൈൽ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആർക്കിടെക്ട്, ഇന്റീരിയർ ഡിസൈനേഴ്സിൻ്റെ ഏറ്റവും വലിയ ചോയ്സായി മാറിയിരിക്കുകയാണ് അഡ്ഹോക്ക് ഹോം സ്റ്റൈൽ. ഒപ്പം തങ്ങളുടെ വീടിനെ, സ്ഥാപനത്തിനെ അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും പ്രതീക്ഷ തന്നെയാണ് അഡ്ഹോക്ക് ഹോം സ്റ്റൈൽ. കാസർഗോഡിന് പുറമെയുള്ള മാർക്കറ്റുകളിൽ അഡ്ഹോക്ക് ഹോം സ്റ്റൈലിൻ്റെ പ്രോഡക്റ്റുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. നിങ്ങളുടേതായ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഡിസൈനുകളെ രൂപപ്പെടുത്തി തരാൻ അഡ്ഹോക്ക് ഹോം സ്റ്റൈൽ തയ്യാറായി നിൽക്കുകയാണ്. ഏതാണ് നമ്മൾ കസ്റ്റമേഴ്സിന് പരിചയപ്പെടുത്തുന്നത്? നോർമലി സീബ്ര റോളർ ബ്ലെയിൻസ് ആണ്. സീബ്ര റോളേഴ്സ്. ഇത് സീബ്ര റോളേഴ്സ്. ഓക്കെ, നൈസ് ആണ്. ആക്ച്വലി ഇതിൽ സീബ്ര റോളേഴ്സ് തന്നെ 15 ഡിസൈൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ 15 ഡിസൈൻസ്. ഈ 15 ഡിസൈൻസിൽ തന്നെ ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. മോർ ദാൻ 20 കളേഴ്സ് അവൈലബിൾ ആണ്. എങ്ങനെയാണ് പീപ്പിൾ ചോയ്സ്? എങ്ങനെയാണ് പീപ്പിൾ ചോയ്സ്? നോർമലി ബൈ ബഡ്ജറ്റ് പോകുമ്പോഴത്തേക്ക് നോർമൽ സീബ്ര ബേസിക് റോളർ ബ്രെയിൻസ് ആണ്. പിന്നെ അതിന് മേലോട്ട് പോവാണെങ്കിൽ ഇതുപോലെ വേർമൻ, ഓപ്പൺ ഡ്രോ, ഇങ്ങനെ ട്രിപ്പിൾ ഷെയ്ഡ്, ഡബിൾ ലെയേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ ഷെയ്ഡ്സ് ഡിഫറെൻറ്റ് വരും, ലൈൻസിൽ ഡിഫറെൻറ്റ് വരും. പിന്നെ തിൻ ലൈൻസ് ഇതിൽ ഡിഫറെൻറ്റ് വരും. ആക്ച്വലി നെറ്റിൽ ഡിഫറെൻറ്റ് വരും. സീബ്രൻ്റെ നെറ്റ്, ഷീർ, അങ്ങനെ ടോട്ടലി ഒരു ഏതൊരു സംഭവത്തിലും ടോട്ടലി ഒരു ചേഞ്ച് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ബഡ്ജറ്റിനനുസരിച്ച് നമുക്കിപ്പോൾ ചീപ്പർ ബഡ്ജറ്റിൽ പോകണമെങ്കിൽ ബേസിക് അതിന് അവൈലബിൾ ആണ്. ആ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റും ഉണ്ട്, ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ഹോക്ക് ഹോം സ്റ്റൈലിന് കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതലധികം ശ്രദ്ധിച്ചത് ഇവിടുത്തെ ലൈറ്റിങ്സിനെയാണ്. കാരണം ഒരു അടിപൊളി, ഒരു രക്ഷയില്ല, കിടിലനാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ലൈറ്റ്സിനൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കും, ഇതിനെത്രയാണ്, ഇതിനെങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങോട്ടേക്ക് വരും. അതായത് ഇപ്പോൾ നോർമലി ചീപ്പ് റേറ്റ് ആവശ്യമുള്ള ആളുകളും വരും, ഹൈ റേറ്റിൽ ആവശ്യമുള്ള ആളുകളൊക്കെ വരും. അവരെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആക്ച്വലി എല്ലാ റേഞ്ചിലുള്ള ലൈറ്റും അവൈലബിൾ ആണ് ഇപ്പോൾ. ആക്ച്വലി ബ്രാൻഡ് വൈസ് ചീപ്പർ ബ്രാൻഡ് മുതൽ ഹൈ എൻഡ് ബ്രാൻഡ് വരെ എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ്. അതുകൂടാണ്ട് ഫാൻസി ലൈറ്റിൽ ഞങ്ങൾ ഡയറക്റ്റ് ഇമ്പോർട്ടേഴ്സ് ആണ്. ഫാൻസി ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നല്ലൊരു റേഞ്ചിൽ കസ്റ്റമർ, അതൊരു പ്രത്യേകത തന്നെയാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇവർ തന്നെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ തന്നെ മാർക്കറ്റിലേക്ക് ഇവർ തന്നെ എത്തിക്കുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മാർജിനിൽ സാധനങ്ങൾ അവൈലബിൾ ആവും. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്, അത് ഗുഡാണ്. അതോടൊപ്പം തന്നെ ലൈറ്റ്സിൽ എങ്ങനെയാണ് പീപ്പിൾസ് ചോയ്സ്? പീപ്പിൾ ചോയ്സ് നോർമലി LED ട്രെൻഡാണ്. അപ്പോൾ ഈ ഫിലമെന്റ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് മെയിൻലി ഹോം ഡെക്കറേറ്റഡ് വൈസ് ആണ് ഇപ്പോൾ കൂടുതലും പോകുന്നത്. പിന്നെ ഇപ്പോൾ ട്രെൻഡ് ഷോപ്പ് വൈസും കൂടുതൽ ഡിസൈൻസ് വരുന്നുണ്ട്. കഫേ വൈസ്, ഷോപ്പ് വൈസ്. കഫേ ആകുമ്പോൾ ഇപ്പോൾ നോർമലി കാസർഗോഡിന്റെ സാഹചര്യം പറഞ്ഞാൽ ഒരുപാട് കഫേ വരുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യ ഇപ്പോൾ കഫേ അനുസരിച്ചുള്ള ലൈറ്റും. ഈ ലൈറ്റ്സിൽ ഒരു ട്രെൻഡായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് മെയിൻലി ഇപ്പോൾ ട്രെൻഡ് ഇത് ഫിലമെന്റ് തന്നെയാണ്. ലേറ്റസ്റ്റ് ട്രെൻഡ്. ഷെയ്ഡ്സും അവൈലബിൾ ആണ്, മെറ്റൽ ഷെയ്ഡ്സ്. ഓക്കെ, നൈസ്.
മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്, ഹോം സ്റ്റൈലിലേക്ക് ഒരാൾ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം വീടിനെ കുറിച്ചിട്ട്, അതല്ലെങ്കിൽ ഓഫീസിനെ കുറിച്ചിട്ട്, കെട്ടിടത്തിനെ കുറിച്ചിട്ട് അതിനെങ്ങനെ ചെയ്യണം, അത് ഇത്തരത്തിൽ അതിനെ അലങ്കരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റും വെച്ചിട്ട് ഹഡോക്ക് ഹോം സ്റ്റൈലിലോട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ, അയാളുടെ പരിപൂർണമായിട്ടുള്ള ആ ഒരു തിങ്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ്. കാരണം അത് കസ്റ്റമേഴ്സിന് പരിപൂർണ്ണ സംതൃപ്തി ഉണ്ടാകുന്നുണ്ട്. അതായത് മിതമായ ഒരു റേറ്റ് കവർ ചെയ്യാറുണ്ടല്ലേ? ഒരു ക്വാളിറ്റി ബേസിൽ ക്വാളിറ്റി പ്രൊഡക്റ്റിന് നോർമലി മാർക്കറ്റിൽ അവൈലബിളായിട്ടും ഏറ്റവും കുറച്ച് കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, ഏകദേശം എത്രയോ വർഷത്തിൻ്റെ, അതായത് 10 ഇയേഴ്സോളം അല്ലേ, കാസർഗോഡിൻ്റെ മാർക്കറ്റിൽ പരിചയമുള്ള അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള റേറ്റുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഹോം സ്റ്റൈൽ ചെയ്യുന്ന ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹഡോക്ക് ഹോം സ്റ്റൈലിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. പക്ഷേ അതിലൊക്കെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് വാൽപേപ്പർ തന്നെയാണ്. കാരണം ഒരു വലിയൊരു പീപ്പിൾ ചോയ്സ് വാൽപേപ്പറിന് പിന്നിലുണ്ട്. കാരണം അത്രത്തോളം എന്താ പറയുന്നത്, സെലക്ഷനായിട്ട് കേരളത്തിലെ തന്നെ എല്ലാ മേഖലയിലും നോക്കിയാലും ഇത്തരത്തിലുള്ള വാൽപേപ്പേഴ്സിൻ്റെ, അതായത് യൂറോപ്യൻ ടൈപ്പ് വാൾപേപ്പേഴ്സിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെ എല്ലായിടത്തും ഉണ്ടെങ്കിലും അതിൽ നിന്നും മാറിയിട്ട് വെറൈറ്റി കാസർഗോഡിൻ്റെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഹഡോക്ക് ഹോം സ്റ്റൈൽ. കാരണം അതൊരു വേറിട്ട കാഴ്ച തന്നെയാണ്, നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കാരണം ഞാനൊരു പറഞ്ഞതുകൊണ്ട് ഒതുങ്ങിത്തീരുന്നതല്ല. നമ്മുടെയൊക്കെ ബിൽഡിങ്സ്, അതുപോലെ തന്നെ ഹോംസ്, അതുപോലെ തന്നെ ഓഫീസ്, ഇവിടെയൊക്കെ നമ്മളിത് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാം. വാൽപേപ്പേഴ്സിൻ്റെ കുറച്ച് കളക്ഷനുകൾ നമുക്ക് പരിചയപ്പെടാം. ആക്ച്വലി ഇത് ഒരു എത്രോ കളക്ഷനാണ്. ജർമ്മൻ പ്രൊഡക്റ്റ് ആണ്, ഇറ്റാലിയൻ ഡിസൈനർ എത്രോ. ഓൾമോസ്റ്റ് ദേ ഹാവ് ഓൾ കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ലൈക്ക് ഫാഷൻ, ഫാബ്രിക്സ്, എവറിത്തിങ്. ഓക്കെ, ഫാബ്രിക് എംബോസ്ഡ് വാൾപേപ്പേഴ്സ് ആണ്. അതേപോലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എംബോസ്ഡ് നാച്ചുറൽ പ്രൊഡക്റ്റ് എംബോസ്ഡ് വാൾപേപ്പേഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ വെർജിൻ വിനിൽ കോട്ടഡ്. നോർമലി ഈ യൂറോപ്യൻ വാൾപേപ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും ഇത് ഫെയ്ഡ് ഔട്ട് ആവില്ല. കളർ ഒരിക്കലും ഫെയ്ഡ് ഔട്ട് ആവില്ല. അതൊരു നോൺ വൂവൻ ബാക്കിംഗ് എന്ന് പറയുന്ന ഒരു ബാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇത് കളർ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതനുസരിച്ച് പെയിന്റിൻ്റെ ഒക്കെ കളർ ചേഞ്ച് ആവും. അതുപോലെ ഇതിൻ്റെ കളർ ഒരിക്കലും ഫെയ്ഡ് ആവും. ഒരിക്കലുമില്ല. അതൊരു പ്രത്യേകത തന്നെയാണ്. അതായത് കളർ ചേഞ്ച് ആവാത്തത് സ്വാഭാവികമായിട്ട് ക്ലൈമറ്റിൻ്റെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കളർ ചേഞ്ചിങ് ഉണ്ടാവുന്നത്. അത് ഇതിലുണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൂടാണ്ട് ഇത് വാഷബിൾ ആണ്, പ്യൂർ വാഷബിൾ ആണ്. എല്ലാ യൂറോപ്യൻ പ്രോഡക്ട്സ്, എല്ലാ ക്വാളിറ്റി പ്രോഡക്ട്സും നമുക്ക് വാഷ് ചെയ്യാം. സ്പോഞ്ച് എടുത്ത് സ്പോഞ്ച് വെള്ളം എടുത്ത് നമുക്ക് മൊത്തത്തിൽ വാഷ് ചെയ്യാൻ പറ്റും. അത് സോസോ അത് ഡസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലേ. അതോടൊപ്പം തന്നെ കർട്ടൻസിൽ ഫാബ്രിക്കിൻ്റെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരുപാട് കർട്ടനുകളിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയോട് കൂടി, അതല്ലെങ്കിൽ ഏറ്റവും അട്രാക്ഷനബിൾ ആയിട്ടുള്ള ഒരുപാട് ക്ലോത്ത്സ് ഉണ്ട്. അത് വളരെ എന്താ പറയുക, നല്ല ഒരു ഡിസൈനാണ് ഇതിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു, എനിക്ക് തോന്നുന്നത് നല്ല ക്വാളിറ്റിയോടൊപ്പം ചെറിയ മാർജിനിലും കൂടിയാണ് വിപണിയിലേക്ക് എത്തിക്കുന്നുള്ളത്. അതും കസ്റ്റമേഴ്സിന് പരിപൂർണ്ണ സംതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ടൗൺ ടോപ്പിൻ്റെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിന്ന് പരിചയപ്പെട്ടത് ഹഡോക്ക് ഹോം സ്റ്റൈലിനെയാണ്. ഇനിയും ഒരുപാട് പുതിയ എപ്പിസോഡുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും. നന്ദി, നമസ്കാരം.